ഹലോ ഫ്രണ്ട്സ്, അഗെയിൻസ് വെൽക്കം ടു അപ്പോസ് വ്ലോഗ്സ്. അപ്പോൾ ഞാനിന്ന് നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നിങ്ങൾക്കൊക്കെ ഉപകാരമുള്ളൊരു സൂപ്പർ വീഡിയോ ആയിട്ടാണ് വന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മിക്സി നമുക്കിന്ന് ക്ലീൻ ചെയ്തെടുക്കാം. നമ്മൾ പലപ്പോഴും പെട്ടെന്ന് പുറം ഭാഗമൊക്കെ മിക്സി ഒരു ക്ലോത്ത് എടുത്തിട്ട് നീറ്റാക്കുമെങ്കിലും നമ്മുടെ ഉൾഭാഗമൊന്നും നമ്മളങ്ങനെ വൃത്തിയാക്കി എടുക്കാറില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ആദ്യം തന്നെ എടുത്തിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഒരു ചെറിയ ബൗൾ എടുത്തിട്ടുണ്ട്. ആ ബൗളിലോട്ട് കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ 1 സ്പൂൺ ബേക്കിംഗ് സോഡയാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. ബേക്കിംഗ് സോഡയൊക്കെ നമ്മുടെ വീട്ടിൽ സ്ഥിരമായിട്ട് ഉണ്ടാകുന്ന ഒരു സാധനമാണ്. ഇനി അടുത്തതായിട്ട് എന്ന് വെച്ചാൽ നമ്മൾ വിനാഗിരിയാണ് എടുത്തിട്ടുള്ളത്. വിനാഗിരി ഇല്ലാത്തവരാണെങ്കിൽ നാരങ്ങയുടെ നീരെടുത്താലും മതിയാവും. ഞാനിപ്പോൾ വിനാഗിരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ വിനാഗിരി ഞാൻ ഒരു 1.5 സ്പൂണോളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ 1.5 സ്പൂണ് വിനാഗിരിയും 1 സ്പൂണ് ബേക്കിംഗ് സോഡയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഞാൻ എടുത്തിട്ടുള്ളതെന്ന് വെച്ചാൽ ലിക്വിഡാണ്. നമ്മൾ പാത്രമൊക്കെ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ലിക്വിഡ്, വിമ്മിൻ്റെ ലിക്വിഡാണ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ അടുത്ത് ഏത് ലിക്വിഡാണുള്ളത് ആ ലിക്വിഡ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ലിക്വിഡും ഞാൻ 1 സ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് 3 കൂടിയിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ വീട്ടിൽ നമ്മളെ അടുക്കളയിൽ യൂസ് ചെയ്യുന്ന 3 സാധനം മാത്രം എടുത്തിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. നന്നായിട്ട് നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ഒരു വീഡിയോ കൂടിയാണിത്. അപ്പോൾ നമുക്കിനി എങ്ങനെ മിക്സി ക്ലീൻ ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനിതിപ്പോൾ ഏകദേശം 1 മാസത്തോളമായിട്ട് ഞാൻ ക്ലീൻ ചെയ്യാതെ വെച്ചിട്ടുള്ള ഒരു മിക്സിയാണിത്. എന്താ വെച്ചാൽ നമ്മൾ പുറം ഭാഗമൊക്കെ എളുപ്പത്തിൽ പെട്ടെന്ന് ക്ലീൻ ചെയ്ത് വെക്കും. അത് നമുക്ക് എൻ്റെ മിക്സി എന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട്. ചിലരുടെയൊക്കെ പെട്ടെന്ന് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലുള്ള മിക്സിയൊക്കെ ആണെങ്കിൽ നമുക്കിങ്ങനെ ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഒരു ടൂത്ത് ബ്രഷ് എടുത്തിട്ടാണ് ഇത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ മിക്സി എന്ന് വെച്ചാൽ ബേക്കിംഗ് സോഡ, വിനാഗിരി, ലിക്വിഡ്, ഇത് 3 ക്ലീനിങ്ങിന് ഏറ്റവും നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ഒരു സംഭവമാണ്. 3 കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ക്ലീനിങ് ആയിട്ടുള്ള ഒരു സൊല്യൂഷനാണ്. ക്ലീനിങ്ങിനുള്ള ഒരു നല്ലൊരു സൊല്യൂഷൻ കൂടിയാണിത്. അപ്പോൾ ഞാൻ ബ്രഷ് എടുത്തിട്ട് നന്നായിട്ട് എല്ലാ ഭാഗത്തും എത്തുന്ന തരത്തിൽ, അതിനാണ് ഞാൻ ടൂത്ത് ബ്രഷ് തന്നെ എടുത്തിട്ടുള്ളത്. എന്ന് വെച്ചാൽ ചില ഭാഗത്തൊക്കെ എത്താൻ കുറച്ച് പ്രയാസമൊക്കെ ആയിരിക്കും. പിന്നെ വെച്ചാൽ നമ്മളിത് ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് സ്ട്രെസ്സൊന്നും കൊടുക്കണ്ട. നമുക്ക് സാധാരണ നമ്മൾ നോർമലായിട്ട് ഇങ്ങനെ ഒന്ന് തേച്ച് കൊടുത്താൽ മാത്രം മതിയാവും. അപ്പോൾ തന്നെ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും. പലരുടെയും മിക്സിക്ക് ഇത്ര അധികം ബുദ്ധിമുട്ടുണ്ടാവില്ല. എന്താണെന്ന് വെച്ചാൽ എളുപ്പത്തിൽ ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഇതായിരിക്കും അകത്ത്. ഇപ്പോൾ എൻ്റെന്ന് വെച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു മിക്സിയാണിത്. ഇനിയിപ്പോൾ ഞാൻ തേച്ച് കഴിഞ്ഞ് ഞാൻ അങ്ങനെ ഒരുപാട് സ്ട്രെസ്സൊന്നും കൊടുത്തിട്ടല്ല ബ്രഷ് കൊണ്ട് ക്ലീൻ ചെയ്തത്. ഇനിയിപ്പോൾ നമുക്കൊരു ക്ലോത്ത് എടുത്ത്, ഒരു ഉണങ്ങിയ ക്ലോത്ത് എടുത്തിട്ട് നമുക്കിപ്പോൾ തേച്ച ഭാഗത്തൊക്കെയുള്ള ആ ഒരു ഇതൊക്കെ ക്ലീൻ ചെയ്തെടുക്കാം. ഇപ്പോൾ എൻ്റെ കൈയൊന്നും അതിലോട്ട് ഇങ്ങനെ പോകില്ല. അപ്പോൾ നമുക്ക് എളുപ്പത്തിലൊന്നും ക്ലീൻ ആക്കാൻ പറ്റാത്തതാണ് ഞാനൊരു ഫോർക്ക് ഉപയോഗിച്ചിട്ടാണ് ഉള്ളിലോട്ടൊക്കെ എത്തിക്കുന്നത്. കണ്ടോ, അത് ഈ ക്ലോത്തിലുള്ള ആ ഒരു കച്ചറ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ലൊരു ക്ലീനിങ് ആയിട്ടുള്ള കാര്യമാണ് ഞാനിപ്പോൾ ചെയ്തിട്ടുള്ളതെന്ന്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തന്നെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടി, അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ എനേബിൾ ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നോട്ടിഫിക്കേഷനായിട്ട് വരുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് എൻ്റെ പുതിയ വീഡിയോസൊക്കെ കാണാൻ പറ്റുന്നതായിരിക്കും. പിന്നെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ കമൻറ്റും ഫീഡ്ബാക്കായിട്ട് അറിയിക്കണം ഞങ്ങളെ. അപ്പോൾ ഇത് ഞാൻ ഏകദേശം എൻ്റെ മിക്സിയുടെ അകം ക്ലീനായിട്ട് വരുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളോട്ടൊക്കെ എന്ന് വെച്ചാൽ നിറയെ കച്ചറകളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നന്നായിട്ട് ബുദ്ധിമുട്ടിയിട്ടാണ് ഞാനിതിങ്ങനെ ക്ലീൻ ചെയ്തെടുക്കുന്നത്. ഞാൻ മന്ത്ലിയാണ് ഇതിങ്ങനെ ക്ലീൻ ചെയ്തെടുക്കുന്നത്. ഏകദേശം ഞാൻ 5 വർഷത്തോളമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു മിക്സിയാണിത്. എന്നിട്ടും എൻ്റെ മിക്സി ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും പുതിയതായിട്ട് നമ്മൾ എങ്ങനെയാണോ വാങ്ങിക്കുന്ന സമയത്തുള്ളത് ആ ഒരു മോഡലാക്കിയിട്ട് തന്നെ നമുക്കിത് ക്ലീൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം.
നമ്മുടെ മിക്സി നമ്മൾ സാധാരണ മിക്സി ക്ലീനിങ് എന്ന് വെച്ചാൽ നമ്മളൊരു ക്ലോത്ത് എടുത്തിട്ട് കുറച്ച് നനച്ചിട്ട് മിക്സിയുടെ പുറം ഭാഗമൊക്കെ ഒന്ന് എളുപ്പത്തിൽ വൃത്തിയാക്കും. എന്നിട്ട് ചെറുതായിട്ടൊന്ന് അകംഭാഗം ഇങ്ങനെ ക്ലീൻ ചെയ്യും. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടൊന്നും നമ്മൾ ക്ലീൻ ചെയ്തിട്ട് എടുക്കില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മാറ്റി വയ്ക്കുന്ന ഒരു 10-15 മിനിറ്റ് കൊണ്ട് നമുക്ക് നമ്മുടെ മിക്സി പുതിയതായിട്ട് തന്നെ എപ്പോഴും സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പം നമ്മൾ ബ്രഷ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നല്ല ഉണങ്ങിയിട്ടുള്ള ഒരു ക്ലോത്ത് എടുത്തിട്ട് വേണം ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ എൻ്റെ അകംഭാഗമുള്ള ക്ലീനിങ് കഴിഞ്ഞ് ഇനി പുറത്തുള്ളതെന്ന് വെച്ചാൽ പുറത്തെന്ന് വെച്ചാൽ ഇങ്ങനെ എന്താ പറയുക, ചെറിയ ചെറിയ വരയും കാര്യങ്ങളൊക്കെ ഉള്ളിടത്ത് ഇങ്ങനെ കച്ചറ കിണിഞ്ഞിരിക്കാൻ സാധ്യതയുണ്ട്. നമ്മളതങ്ങനെ പെട്ടെന്ന് ശ്രദ്ധിക്കാത്തതാണ്. പക്ഷെ നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമ്മളത് നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് അവിടെയൊക്കെ ക്ലീൻ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു റിസൾട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഏകദേശം എൻ്റെ മിക്സിയുടെ അകവും പുറവും ഒക്കെയുള്ള ക്ലീനിങ് കഴിഞ്ഞ് കിട്ടുന്നുണ്ട്. നമുക്കിതൊക്കെ ഒരു ഉണങ്ങിയ ഒരു ക്ലോത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ റെക്കമെൻഡ് ചെയ്യണം, ഷെയറൊക്കെ ചെയ്ത് കൊടുക്കണം. നല്ലൊരു മിക്സി ക്ലീനിങ്ങിലെ നല്ലൊരു സൊല്യൂഷനാണിത്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുകയും വേണം. അപ്പോൾ ഞാൻ ആദ്യം ഫസ്റ്റിലായിട്ട് വീഡിയോ കാണിക്കുമ്പോഴുള്ള മിക്സിയും ഇപ്പോഴുള്ള മിക്സിയും തമ്മിൽ എങ്ങനെയാണുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് തന്നെ വീഡിയോയിൽ കൂടെ കാണാൻ പറ്റുന്നതാണ്. എൻ്റെ ഉൾഭാഗമൊക്കെ നല്ല ക്ലീനായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കാണുമ്പോൾ പുതിയൊരു മിക്സിയാണെന്നേ തോന്നത്തുള്ളൂ. ഞാനിപ്പോൾ 5 വർഷമായിട്ട് യൂസ് ചെയ്യുന്ന മിക്സിയാണിത്. ഇനി അടുത്തതായിട്ട് നമ്മളെന്ന് വെച്ചാൽ നമ്മുടെ മിക്സിയുടെ ജാറും നമ്മൾ ഇതുപോലെ ഉൾഭാഗവും പുറമൊക്കെ നമ്മൾ നന്നായിട്ട് തേച്ചെടുക്കും. നമുക്ക് സ്ഥിരമായിട്ട് നമ്മൾ ഈ മോട്ടറിൻ്റെ ഭാഗം നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റില്ല. എന്താണെന്ന് വെച്ചാൽ സ്ഥിരമായിട്ട് നമ്മളിത് വെള്ളമൊഴിച്ച് കഴുകുകയാണെങ്കിൽ നമ്മുടെ മിക്സിക്ക് എളുപ്പത്തിൽ കേടുവരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു വീക്ക്ലിയോ അല്ലെങ്കിൽ ഒരു മന്ത്ലിയോ ഒക്കെ നമ്മളിങ്ങനെ ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ മിക്സി ഒരുപാട് കാലം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. പുതുപുത്തൻ പോലെ തന്നെ കേടാവാതെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ടൂത്ത് ബ്രഷ് വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഇതും ക്ലീൻ ചെയ്തെടുക്കുന്നത്. ഇനി പലർക്കും ഉള്ളൊരു വിഷമം എന്ന് വെച്ചാൽ നമ്മൾ മയോണൈസ് അല്ലെങ്കിൽ നല്ല ഷെയ്ക്കും കാര്യങ്ങളൊക്കെ അടിച്ചിട്ട് ഇപ്പോൾ നമ്മൾ കഴുകി വെക്കാൻ മറന്നുപോയി, അല്ലെങ്കിൽ കുറേ നേരം കഴിഞ്ഞിട്ട് നമ്മളത് കഴുകാൻ വരുമ്പോഴേക്കും അതിന് എത്ര നമ്മൾ കഴുകി കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ മയോണൈസ് ഒക്കെ അടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സ്മെല്ല് പോകാൻ ചാൻസ് ഇല്ല. അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള സമയത്താണെങ്കിൽ നമ്മൾ ഈ മിക്സിയുടെ ജാറിലോട്ട് കുറച്ച് ലിക്വിഡ് ഒഴിച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ആ ഒരു മിക്സിയുടെ ബ്ലെൻഡറിൻ്റെ അടുത്തുള്ള എല്ലാ കച്ചറയൊക്കെ പോയിട്ട് നല്ലതായിട്ട് വരുന്നതായിരിക്കും. നമ്മൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി എല്ലാവരും. ഇതിപ്പോൾ ഞാൻ വെള്ളമൊക്കെ ഒഴിച്ച് കഴുകുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്, വീഡിയോയിലൂടെ തന്നെ കാണാൻ പറ്റും ഇപ്പോൾ എൻ്റെ മിക്സി നല്ല പുതിയതുപോലെ ആയിട്ടുണ്ടെന്ന്. നമ്മൾ സ്ഥിരമായിട്ട് ഈ അടിഭാഗം വെള്ളമൊഴിച്ച് കഴുകാൻ പാടില്ല. അപ്പോൾ നമ്മുടെ മിക്സിക്ക് കേട് വരുന്നതായിരിക്കും. ജാറൊക്കെ എളുപ്പത്തിൽ കേട് വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ നമ്മൾ ഇങ്ങനെ ഇടച്ചാണിയിലുള്ള ജ്യൂസ് മെഷീൻ്റെ ഒക്കെ ഇതൊക്കെ പെട്ടെന്ന് നമ്മൾ ശ്രദ്ധിക്കാത്ത കാര്യങ്ങളാണ്. വെച്ചാൽ നമ്മളെപ്പോഴും കഴുകുന്നതാണെങ്കിലും ചിലപ്പോൾ ശ്രദ്ധിക്കാൻ മറന്നു പോകുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുന്ന സമയത്ത് എല്ലാ ഭാഗവും ഒന്ന് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ എൻ്റെ മിക്സിയും ജാറും ഒക്കെ പുതിയതുപോലെ ആയിട്ട് വന്നിട്ടുണ്ട്. എല്ലാ ഭാഗവും നല്ല ക്ലീനായിട്ട് വന്നിട്ടുണ്ട്. വീഡിയോ കൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു ഒറിജിനൽ റിസൾട്ട് തന്നെയാണിത്. ഇപ്പോൾ എൻ്റെ മിക്സി കാണാൻ പുതിയതാണെന്ന് മാത്രമേ എല്ലാവരും വിചാരിക്കുള്ളൂ. അപ്പോൾ വീഡിയോ കണ്ടിട്ട് അഭിപ്രായമൊക്കെ കമൻ്റായിട്ട് അറിയിക്കണം. ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വീണ്ടും വീണ്ടും പറയണേ, ലൈക്ക് ബട്ടൺ അമർത്താൻ മറക്കുവാനേ പാടില്ല. എല്ലാവരും കാണുമ്പോൾ ജസ്റ്റ് ഒന്ന് അത് ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വരുന്നത് വരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഇനി നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും.